നീലി മോളെ, നീലി, നീലി. കള്ളിയം കാട്ടി നീലിയോ? നിന്റെ അമ്മാവനെ ഇങ്ങനെ പേടിപ്പിക്കല്ലേ? എത്ര നേരമല്ലേ നോക്കിയിരിക്കുന്നത്? എവിടെ ആയിരുന്നു? ഭയങ്കര തിരക്കായിട്ടല്ലേ? എവിടെ ബീവറേജ്? ഒരു ദിവസം 10-20 ലോട്ട് ടിക്കറ്റ് എടുക്കും. മേലിറങ്ങാതെ എങ്ങനെ രക്ഷപ്പെടുകയാണെന്ന് ഓർത്ത് നടക്കുന്നത്. ഞാനിങ്ങനെ എപ്പോഴും ഇങ്ങനെ പാമ്പായിട്ട് നടക്കുന്നുണ്ടാണ് അനന്തന്റെ പേരിട്ട്. അറിയോ ബൈജു? അമ്മാവന്റെ ഗൂഗിൾ പേ ഉണ്ടോ? എനിക്കൊരു പേയുമില്ല. നീലി, നീലി, 10 മിനിറ്റില്ല 5 മിനിറ്റില്ല. ഞാൻ പറഞ്ഞിട്ടില്ലേ കണ്ടെടുത്ത് കയറി ഒന്നും ഇങ്ങനെ സെൽഫി എടുത്ത് കളിക്കരുത്. എന്ത് പറ്റി? എന്റെ ഫോൺ പോയാ? ഇനി എങ്ങനെ കിടന്ന് ഓർക്കുന്നു? അമ്മേ, അല്ല ഹെൽപ്പ് വേണോ? ഹെൽപ്പോ? ഈ ലോകത്ത് തന്തയ്ക്ക് വിളി കേൾക്കുന്ന സുഖം എത്തുന്നു സ്വന്തം അമ്മമാര് വിളിക്കുമ്പോഴാ. എനിക്കിവിടെ തുടങ്ങണം. എന്തിന്? ഈ കപ്പയും മഴയൊക്കെ പോസ്റ്റാണ്. Recently, something has happened. നീലയുടെ സ്വഭാവത്തിലൊക്കെ ആകെ വ്യത്യാസമുള്ള മരിയ സമയത്ത് ഫുഡ് കഴിക്കണില്ല, പഠിക്കണില്ല, വെറുതെ വാശി. എന്താ എന്നോട് ചോദിക്കാതെ എന്തിനാ എന്നെ മുറി കയറിയത്? താൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ മിക്ക വീട്ടിലെ കുട്ടികൾക്ക് കോമൺ ആയുള്ളതാണ്. പക്ഷെ ഇതല്ല, ഇറ്റ്സ് ബിയോണ്ട്. ഏതൊരു മനുഷ്യനും തെറ്റ് തിരുത്തണമെങ്കിൽ വലിയൊരു വീഴ്ച പറ്റും. എല്ലാ കുടുംബത്തിലും പഴിചാരാനും കുറ്റം കേൾക്കാനും ഏതെങ്കിലും ഒരുത്തനോ ഒരുത്തിയോ കാണും. അത് എന്നെ പോലുള്ള ഒരുത്തൻ ആ കുടുംബത്തിലുണ്ടെങ്കിൽ ആ കുടുംബത്തിന്റെ ഭാഗ്യം. നീ എന്ത് പറഞ്ഞ ഇങ്ങോട്ട് വന്നേ? സൈക്കിളിലെ ബ്രേക്ക് നന്നാക്കാൻ. ഒരു വാസത്തിൽ കുഴപ്പമുണ്ടോ? വിട് വിട്, എനിക്ക് പറ്റിയ അനന്തരമുണ്ട്.